വെൽക്കം സ്റ്റുഡൻസ്. നമുക്കിന്ന് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന പാഠമാണ്. അതിൽ നമുക്ക് ദ സ്റ്റെയിൻ ഓഫ് ഇൻഡിഗോ അതാണ് ആദ്യം വിവരിക്കാനുള്ളത്. മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്ന ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് എടുത്ത ഭാഗമാണ്. ശ്രദ്ധിക്കുക. ഐ മസ്റ്റ് കൺഫസ് ദാറ്റ് I did not then know even the name, much less the geographical position of Champaran, and I had hardly any notion of indigo plantations. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്നു എന്ന് ഗാന്ധിജി പറയുന്നു. I had seen packets of indigo, but little dreamed that it was grown and manufactured in Champaran at great hardship to thousands of agriculturalists. ഞാൻ നീലം പാക്കറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നെന്ന സത്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. Rajkumar Shukla, one of the agriculturalists who had been under this harrow, and he was filled with a passion to wash away the stain of indigo for the thousands who were suffering as he had suffered. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിക്കുകയും പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. This man caught hold of me at Lucknow, where I had gone for the Congress of 1960. Brij Babu Kishore Prasad moved a resolution, എന്ന് വെച്ചാൽ പ്രമേയമാണ് resolution, expressing sympathy for the people of Champaran, and it was unanimously passed. Rajkumar followed me to Kanpur and Ashram. Finally, I told him I have to be in Calcutta, and from there take me to Champaran. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ ഗാന്ധിജിയെ പിന്തുടർന്നു. അവസാനം താൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താമെന്ന വാക്കും കൊടുത്തു. These words in his autobiography, Gandhiji details the circumstances that make him participate in indigo farmers' protest at Champaran in Bihar in 1917. അപ്പം ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്നത്. He started his social activities in India, intervening in the problems faced by the indigo farmers in Champaran. അപ്പം ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങളാണ് നമുക്കിനി പറയാനുള്ളത്. Soon he could gain the trust and recognition of the common people of India. What were the reasons that Gandhiji could gain the trust and recognition of the common people in India? First reason is the agitations he conducted in South Africa. ഒന്നാമത്തേത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങളാണ്. സെക്കൻഡ് വൺ, ഹിസ് ലൈഫ് സ്റ്റൈൽ ആസ് എ കോമൺ മാൻ. അദ്ദേഹത്തിൻ്റെ ജീവിത രീതി, ഭക്ഷണവും വസ്ത്രവും ഭാഷയുമൊക്കെ സാധാരണക്കാരുടേത് പോലുള്ളത്. മെത്തേഡ്സ് ഓഫ് സ്ട്രഗിൾ ബേസ്ഡ് ഓൺ നോൺ വയലൻസ്. അഹിംസയിൽ അധിഷ്ഠിതമായ അദ്ദേഹത്തിൻ്റെ സമര രീതി. നാലാമത്തേതെന്ന് പറയുന്നത് ദേ ഫൗണ്ട് ഇൻ ഗാന്ധിജി എ സേവിയർ ഹു കുഡ് സോൾവ് ദെയർ പ്രോബ്ലംസ്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി അവർ ഗാന്ധിജിയെ വിലയിരുത്തി. ഗാന്ധിജി ആൻഡ് സൗത്ത് ആഫ്രിക്ക. Gandhiji reached South Africa as an advocate of an industrialist named Dada Abdullah from Gujarat. As he was traveling from Durban to Pretoria, he was pushed out of the first-class compartment, saying that he had no right to travel along with the British. ഗാന്ധിജി ഗുജറാത്തിലെ
ഒരു വ്യാപാരികളുടെ കേസുകൾ വാദിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ദാദാ അബ്ദുള്ള എന്ന ഒരു വ്യാപാരിയുടെ കേസ് വാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്. അപ്പോൾ ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ഗാന്ധിജിയുടെ ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ടിട്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹത്തിന് ആ സംഭവം കൊണ്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. Within no time, he understood the problems of people in South Africa, the Indians. He stayed in South Africa for 21 years, and all this time he was trying to solve the problems of the non-Europeans in South Africa. അപ്പോൾ ഗാന്ധിജി അവിടെ 21 വർഷക്കാലത്തേക്ക് അവിടെ തങ്ങുകയുണ്ടായി. ആ സമയത്തൊക്കെ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. നെക്സ്റ്റ് വൺ ഈസ് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. വിച്ച് ആർ ദി ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി? ഫസ്റ്റ് വൺ ഈസ് ദി സ്ട്രഗിൾ ഓഫ് ദി ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ, ബീഹാർ, 1917. ഒന്നാമത്തേന്ന് പറയുന്നത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം, ബീഹാറിൽ 1917. സെക്കൻഡ് വൺ ഈസ് അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, ഗുജറാത്ത്, 1918. അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഗുജറാത്ത്, 1918. 1918. ഖേദയിലെ കർഷക സമരം, ഗുജറാത്ത്, 1918. പെസൻറ്റ് സ്ട്രഗിൾ ഇൻ ഖേദ, ഗുജറാത്ത്, 1918. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ചോദിക്കാറുള്ളതാണ്, എല്ലാവരും പഠിക്കണം. In Champaran, Gandhiji resorted to disobedience of British rules and satyagraha, and his involvement compelled the authorities to pass law in favor of the indigo farmers. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട ഗാന്ധിജി നിയമ ലംഘനവും ഡിസൊബീഡിയൻസ്, സഹന സമരവും സത്യാഗ്രഹ പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത്. After his struggle in Champaran, Gandhiji worked for the progress of Champaran region by establishing primary schools, initiating medical aids, and involving in cleaning activities. അതിനുശേഷം സമരത്തിനു ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും വൈദ്യസഹായ പ്രവർത്തനങ്ങളിലും അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് cotton mill workers in Ahmedabad started their strike in 1918 when they were denied plague bonus. അപ്പോൾ പ്ലേഗ് ബോണസിന് ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമര രീതികളാണ് ഗാന്ധിജി പ്രയോഗിച്ചത്. ഗാന്ധിജി got involved in the strike and adapted the same methods of protest that he used in Champaran. Following his satyagraha, the authorities agreed to hike the wages of the employees and the strike came to an end. ഗാന്ധിജിയുടെ സമരത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. Due to the drought and crop failures, farmers in Kheda were living in utter misery. The rulers decided to collect a tax from these poor villagers. അതായത് വരൾച്ചയും കൃഷി നാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേദയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കുവാൻ തീരുമാനിച്ച അധികാരികളുടെ സമരത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യഗ്രഹവും സമരായുധങ്ങളുമായി ഉപയോഗിച്ചു. Gandhiji protested against the decision. He advised people not to pay tax. Consequently, the authorities were forced to reduce tax rates. His early struggles based on satyagraha and ahimsa made Gandhiji a popular leader. അപ്പോൾ ഗാന്ധിജി ജനങ്ങളോട് നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞു. സത്യാഗ്രഹം സമരായുധമായി അദ്ദേഹം ഉപയോഗിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ ഒരു നേതാവാക്കി തീർക്കുകയും ചെയ്തു. Now we have to learn about the result of the early struggles that Gandhiji took up in India. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങളാണ് നമുക്കിനി നോക്കാനുള്ളത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് the struggles he took up popularized his ideologies and method of protest. അതായത് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരം ലഭിച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് till his entry into the political scenario, national movement was confined to the educated sections of the society. His method of protest attracted the laymen of the movement. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ഗാന്ധിജിയുടെ വരവോടുകൂടി ആകർഷിക്കപ്പെട്ടു.
നെക്സ്റ്റ് പോയിന്റ്, ദ സിറ്റി സെൻട്രിക് നാഷണൽ മൂവ്മെൻറ്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയാസ്. അതായത് പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമങ്ങളിലും വേരോട്ടം ഉണ്ടായി. ഗാന്ധിജി ബിക്കം എ നാഷണൽ ലീഡർ അക്സെപ്റ്റബിൾ ടു ഓൾ സ്ട്രാറ്റ ഓഫ് ദി സൊസൈറ്റി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായി ഗാന്ധിജി മാറി. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ഇതായിട്ട് എഴുതുക. എക്സാമിൻ ദി ഏർലി സ്ട്രഗിൾസ് ലെഡ് ബൈ ഗാന്ധിജി ആൻഡ് ഡിസ്കസ് ഹിസ് മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ്. നമ്മളിപ്പോൾ പഠിച്ച പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത്. പിന്നീട് ഗാന്ധിജി ഓൺ ദി സ്ക്രീൻ എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഗാന്ധിജി ചലച്ചിത്രത്തിൽ 8 ഓസ്കാർ അവാർഡ് വിന്നിംഗ് ഫിലിം ഗാന്ധി ഡയറക്റ്റഡ് ബൈ റിച്ചാർഡ് ആറ്റൻബോ ഈസ് ആൻ വിഷ്വൽ depiction of the Gandhian period in our freedom struggle. Similarly, the movie making of Mahatma. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത് 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുടെ ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക. അടുത്ത നമുക്ക് ടോപ്പിക്ക് ദേശീയ സമരത്തിലേക്ക് എന്നുള്ള ഭാഗമാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം. ടുവേർഡ്സ് ദി നാഷണൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു ഫോർ ലിസണിങ്.